ഈ കാണുന്നതാണ് കേട്ടോ ചതുരപ്പുളി. ചതുരപ്പുളി മീൻസ് സ്റ്റാർ ഫ്രൂട്ട്. ചെത്തിയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അതിനുശേഷം കണ്ടില്ലേതാ ചൂട് തറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് ഒരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് വീടിന്റെ പറമ്പിനകത്തുള്ള ഒരു എന്താ പറയാ ചതുരപ്പുളി കൊണ്ട് നമ്മള് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയും. അപ്പം ഇത് ഞങ്ങളെ വീടിന്റെ പറമ്പിൽ ഇത് മരമുണ്ട്. അപ്പൊ അവിടെ നിന്ന് പറിച്ചിട്ട് അത് അച്ചാറിടാൻ വേണ്ടി പോവാണ്. എന്റെ കൂടെ ഉള്ളത് അച്ഛന്റെ പെങ്ങളാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് അമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്. അമ്മ വരുമ്പോഴേക്ക് ഈ അച്ചാർ ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. ശരിക്കും ഇതിൽ പച്ച കാണുന്നുണ്ട്, പഴുത്തും കാണുന്നുണ്ട്. ഇതിൽ ഏതാ എടുക്കേണ്ടത്? പച്ചയും പഴുത്തൊക്കെ നല്ല തന്നെയാണ്. നല്ല തന്നെയല്ലേ? ഓക്കെ, നോക്കൂ, ഇവിടെ കാണുന്നതാണ്. ഇതാണല്ലേ, ഇതല്ലേ സാധനം? ഇതല്ലേ? പിന്നെ അത് വേണോ? അതാ പഴുത്തതുണ്ട്. ഈ പഴുത്തതാണോ ഈ പച്ചയാണോ ഇടുക? അച്ചാറിടുക? പച്ചയും പഴുത്തൊക്കെ എടുക്കൂലേ? മതിയോ? കുറച്ചോ വിട്ടോ. ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണെന്നുള്ളത് പറയോ ജസ്റ്റ്? ഇത് എണ്ണ, നല്ല എണ്ണ, കടുക്, പച്ചമുളക്, വെളുത്തുള്ളി, കായം, ഉലുവപ്പൊടി, കറിവേപ്പില, ഇഞ്ചി, വിനെഗർ. പിന്നെ 2 കൂടി വേണം. അത് അതിന് മുകളിലാക്കിയിട്ട് കിട്ടില്ല. ഒന്ന് മുളക് പൊടി, പിന്നെ അതിന് മുകളിൽ മഞ്ഞൾപ്പൊടി ഉണ്ട്. അന്നിട്ട് മഞ്ഞപ്പൊടി. അപ്പൊ ഇതിന്റെ കൂടെ മഞ്ഞപ്പൊടി മുളക് പൊടിയും വേണം അല്ലേ? ചട്ടി ചൂടാക്കി അതിന്റെ എണ്ണ ഒഴിക്കില്ലേ? കടുക്, എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇടുക. വെളുത്തുള്ളി എത്ര പീസ് വെളുത്തുള്ളി വേണം? 4 പച്ചമുളക്. ഇഞ്ചി ചെറിയ അതെ. കുറച്ച് വെക്കണം സമയത്ത്. പിന്നെ കറിവേപ്പില 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. 4 3.5 മതി. മുളക് 3.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം ഈ സമയത്ത്. ഉലുവപ്പൊടി ഇടുക. പിന്നെ കായപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അച്ചാറിന്റെ ഒരു കളർ വന്നിട്ടല്ലേ ചുവന്നിട്ടുള്ള. പിന്നെ ഈ സമയത്ത് കുറച്ച് വിനാഗിരി ചേർക്കണം. കുറച്ച് നോക്കി ചേർക്കാം പാകത്തിന്. ഞാനിവിടെ 2 സ്പൂണ് വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് 3ാമത്തെ കൂടി ഒഴിച്ചിട്ട് 3 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഉണ്ടാകുന്ന ഇനിയാണ് നമ്മുടെ താരം. അത് നല്ല കഴുകി ചതുരപ്പുളി കഴുകി കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ സൈഡിലൊരു ഒരു കണ്ടിട്ട് കണ്ടൊക്കെ പൊക്കിയിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അത് ചേർത്ത് പിന്നെ ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. ചാറിന് വേണ്ടിയുള്ള എന്താണെന്ന് ഓർത്തിട്ട് ഫ്ലെയിം കാത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടാം, എന്നാലും ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ. അതിൽ വേണ്ട, ഒരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. നമുക്കൊന്ന് അടച്ച് വെക്കാം. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വന്നത് നമ്മൾ ഉപ്പിടാൻ മറന്നു വരുത് കേട്ടോ. ഉപ്പില്ലാത്ത അച്ചാർ കൂട്ടിക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരും. എത്ര ഉപ്പ് വേണ്ട? പാകത്തിന്. അതായത് ഒരു പൊടി പിടിക്കണമല്ലോ. അപ്പം കുറച്ചുകൂടി ചിലപ്പോൾ വേണ്ടി വരും. ടേസ്റ്റ് നോക്കിയിട്ട്
നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഇന്നത്തെ ടേസ്റ്റ് വന്നില്ല, ഇത് നാളത്തേക്കും മറ്റന്നാളത്തേക്കും നല്ല ടേസ്റ്റ് വരും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ കായം അതൊക്കെ ഇഷ്ടമായിട്ടുള്ള ചുമ്മാ വരുന്നുണ്ട് അല്ലേ? മുളകിന്റെ എഫക്ട് നന്നായി വാടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് വാടിയിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇപ്പൊ തന്നെ കുറച്ച് ചോറ് തിന്നായിരുന്നു. അത് നേരോ സൂപ്പർ. മുളക് ഇതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ കുറച്ച് സമയം മതി. വളരെ കുറച്ച് എനിക്ക് അത് മാത്രം മതി ചോറുന്ന ഭക്ഷണം കഴിക്കും. കറി വേണ്ടെന്ന് എനിക്ക് വേണ്ട. ഇതിനെ കുറച്ച് നല്ല മീൻ മത്തിക്കറിയും അതിന്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർത്താൽ, ചിലർക്ക് പഞ്ചസാര ചേർത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം മധുരവും ഉപ്പ് പുളി എല്ലാം കൂടി ചേർന്ന ഇതാണ് ഇഷ്ടം. അപ്പം ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, അച്ചാറിൻ്റെതായ സ്ട്രോങ് ഇട്ടേതും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെയാണ്. അതല്ല എന്നെ പോലെ പഞ്ചസാര ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്, ഇത് 3-4 ടേസ്റ്റ് ഒന്നിച്ച് നാവിലെത്താൻ ഇഷ്ടപ്പെടുന്ന പഞ്ചസാര ചേർത്താൽ കുറെ കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇത് മതി. ഏകദേശം ഇത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അടച്ചു വെക്കാം. ഓ, ഇത്രയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. എളുപ്പമായിട്ട് ഉണ്ടാക്കില്ല. ഇനി കുപ്പിയിലാക്കി വെക്കാം. ഓക്കെ, വേണ്ടില്ലതാ ചൂട് തടഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ എത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇതിങ്ങനെ അച്ചാറിടാൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കറിയിടാനൊക്കെ ഉപയോഗിക്കുന്നുള്ള അറിയില്ലായിരുന്നു. അല്ല, ഞാനും അത് ശ്രദ്ധിച്ചില്ല. അതിന്റെ മരത്തിന്റെ ഇലയും ഇതിന്റെ ഷേപ്പും ഒക്കെ കൂടി, കാരണം ഈ മരത്തിന്റെ ഇല അതാണ് കായ് നിറഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇലയും ഇതിന്റെ പഴവും അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ടും ഏകദേശം ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഈ കായ ഉണ്ടോന്നുണ്ട് അറിയാൻ പറ്റില്ല. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളത് ഉണ്ടായിട്ടുണ്ടോന്നുള്ളത് കായ അല്ലേ. ഓക്കെ, അത് അടച്ചു വെക്കാം. ഓക്കെ, അപ്പം സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അത് എന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമാകും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇൻഫോ യാത്രയുടെ മറ്റൊരു കിടുക്കൻ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.